ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പട്ടുപാവാടയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്കിതുപോലെ പുറത്ത് കൊടുത്തയക്കാനുള്ള കുറച്ച് ഇതിലുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഒരെണ്ണമാണിത്. അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത്സൊക്കെ ഇങ്ങനെയാണ്. ഫസ്റ്റ് തിങ്, ഇത് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ കുറച്ച് സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്. പിന്നെ ഇത് സ്കേർട്ടിൻ്റെ ലൈനിങ് ക്ലോത്താണ്. ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലൈനിങ് ക്ലോത്ത് വരുന്നത്. ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് 6 പേർക്കും സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്ലൗസ് എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ ബ്ലൗസിന് വേണ്ടി ഞാൻ ഒരുമിച്ചാണ് ആ ഒരു വൈറ്റിൻ്റെ ക്രേപ്പ് ലൈനിങ് എടുത്തത്. അതുകൊണ്ട് അത് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യമുള്ള ലൈനിങ് ക്ലോത്ത് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത്. മൊത്തത്തിൽ അത്രയും ഇട്ടിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇതിന് വേണ്ടി മാത്രം ആവശ്യമുള്ള ആ ഒരു ലൈനിങ് ക്ലോത്ത് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത്. സോ ഇതിനാവശ്യമുള്ള ലൈനിങ് ക്ലോത്ത് ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്ലോത്തിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. ഒരെണ്ണം അങ്ങോട്ടേക്ക്, ഞാനിതിൽ കാണിക്കുന്ന പോലെ ഒരെണ്ണം അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഒരെണ്ണം താഴോട്ടേക്കും ഫോൾഡ് ചെയ്തിടുക. ഇനിയിപ്പോൾ ക്ലോത്തിന് ലെങ്ത് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താഴോട്ടേക്ക് ഫോൾഡ് ചെയ്തിടാൻ ലെങ്ത് ഇല്ല, നിങ്ങളുടെ ലെങ്ത് അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഫോൾഡും അപ്പുറത്തേക്ക് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എനിക്കിത് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ വേറെ ചില മോഡൽസിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുന്നത്, പ്രിൻസസ് കട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോൾഡ് തന്നെ മതിയാവും. ഇതിപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വേണം എന്നുള്ളതുകൊണ്ടാണ് 4 ഫോൾഡ് ചെയ്തിടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ സൈഡിൽ 2 ക്ലോസ് ആയിട്ടുള്ള ഫോൾഡായിരിക്കും വരുന്നത്. അപ്പുറത്തെ സൈഡിൽ 4 ഓപ്പണും ആയിരിക്കും വരുന്നത്. അപ്പുറത്തെ സൈഡിൽ 4 ഓപ്പണും ഇപ്പുറത്ത് ഇങ്ങനത്തെ ഒരു ഫോൾഡും ആയിരിക്കും വരുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ ക്ലോത്ത് ഒന്ന് നല്ലോണം കുടഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ക്ലോത്ത് ചിലപ്പോൾ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ കാണില്ലായിരിക്കും, ഉള്ളിൽ കുറച്ചൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ പിന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ മാറും. ബാക്കും ഫ്രണ്ടും രണ്ടും 2 മെഷർമെൻറ്റ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ക്ലോത്ത് ഒന്ന് കുടഞ്ഞൊക്കെ ഇടുക. അയൺ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യുക. ആൻഡ് ഞാനിവിടെ മേളിൽ ഒരു ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാരണം സീം അലവൻസ് സെപ്പറേറ്റ് ആണ് ഇടുന്നത്. എല്ലാ മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേളിൽ നിന്ന് 1 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. ആ ലൈനിൻ്റെ താഴെ നിന്നാണ് ബാക്കിയുള്ള എല്ലാ മെഷർമെൻറ്റ്സും എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഫുൾ ലെങ്ത് ആണ് എടുക്കുന്നത്, 13 ഇഞ്ച്. എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളത്, ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർ എടുക്കണം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കാം. അതുപോലെയാണ് ബോഡിയിൽ നിന്ന് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഫുൾ ലെങ്ത് വന്നിരിക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ ആ 13 ഇഞ്ച് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റ് ലെങ്ത് ആണ്. ചെസ്റ്റ് ലെങ്ത് എടുക്കാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കുക. അപ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ ചെസ്റ്റ് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ആ മേളിൽ നിന്ന് താഴേക്ക് നമ്മൾ എടുത്തു കൊടുക്കുക. എനിക്കിവിടെ 6.8 ആണ്, ഞാനതൊരു 7 ആയിട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 6.75 6.25 ഇഞ്ചായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ചെസ്റ്റ് ലെങ്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഫ് ഓഫ് ഷോൾഡറാണ് എടുക്കേണ്ടത്. നമ്മുടെ ഷോൾഡർ ടു ഷോൾഡറിൻ്റെ പകുതി എത്രയാണോ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 11 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 5.5 ആണ്. അത് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് ചെസ്റ്റ് ലൈനാണ്. അതായത് നമ്മൾ നേരത്തെ വരച്ച ചെസ്റ്റ് ലെങ്തിൽ നിന്ന് അങ്ങോട്ടേക്ക് വരയ്ക്കാനുള്ളതാണ്. അതിന് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് ½ ഇഞ്ച് കൊടുക്കുക, 1/2 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ലൈൻ കിട്ടും. നമ്മൾ നേരത്തെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് വേണം നമ്മുടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് അതിനൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഹാഫ് ഓഫ് ഷോൾഡർ വരച്ചല്ലോ, ആ പോയിൻറ്റും നമ്മൾ ഈ ചെസ്റ്റ് റൗണ്ട് വരച്ചതും അതൊരു സ്ക്വയർ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ബാക്കി അപ്പുറത്തോട്ട് കിടക്കുന്നത് നമ്മുടെ ആം ഹോൾ വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ വരച്ച ആ ചെസ്റ്റ് ലൈൻ സെയിം അതേ മെഷർമെൻറ്റ് തന്നെ നമ്മുടെ ഫുൾ ലെങ്തിൻ്റെ താഴെയും കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്ത 8 ഇഞ്ച് അതേ സെയിം തന്നെ താഴെയും അതുപോലെ എടുത്തു കൊടുക്കുക. അതും ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിനൊരു സ്ക്വയർ ആക്കി മൊത്തത്തിലൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി ഈ താഴത്തെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് എടുക്കുക. ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് അത് ഇതിൽ കാണുന്ന പോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
കർവ് ചെയ്ത് ഷേപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ കർവ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നെക്കിൻ്റെ വിഡ്ത്ത് മെഷർ ചെയ്യുന്നതാണ്. നെക്കിൻ്റെ വിഡ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് റൗണ്ടിന് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. അതിൻ്റെ കൂട്ടത്തിന് നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2.9 എന്നുള്ളത് ഞാൻ 3 ആയിട്ട് എടുക്കുന്നുണ്ട്. റൗണ്ട് ചെയ്ത് 3 ആയിട്ട് എടുക്കുക. അത് നമ്മൾ നേരത്തെ ഷോൾഡർ മെഷർ ചെയ്തതിൻ്റെ അവിടെ തന്നെ ഈ ഒരു 3 ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നെക്കിൻ്റെ ഡെപ്താണ് മെഷർ ചെയ്യേണ്ടത്. നെക്കിൻ്റെ ഡെപ്ത്ത് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ഡെപ്ത്ത് ആവശ്യമുള്ളത് അതുപോലെ മെഷർ ചെയ്ത് കൊടുക്കുക. ഓരോ മോഡലിനനുസരിച്ച് മെഷർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഞാനിതിൽ വരയ്ക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു മോഡലാണ് ഞാനിവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 മെഷർമെൻറ്റ് ആവശ്യമുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആവശ്യമുള്ളതും താഴോട്ടുള്ളൊരു ഡെപ്ത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അതിനൊന്ന് സ്ക്വയർ ചെയ്തെടുക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 5 ഇഞ്ചാണ് നെക്കിൻ്റെ മൊത്തത്തിലുള്ള ഇത് വരുന്നത്. അപ്പോൾ ആ 3 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് വിട്ടിട്ട് ഇതിലേക്ക് താഴെ ഒരു വി പോലെ കൊടുക്കും. അപ്പോൾ അതൊരു ലാസ്റ്റ് നിങ്ങൾക്കൊരു ഫൈനൽ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഒരു നെക്കായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിതുപോലെ മെഷർ ചെയ്തെടുക്കാം. ഇനി ഇവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്താണ് എടുത്തെടുക്കുന്നത്. ഞാൻ ഇവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 4 ഇഞ്ചാണ് എടുക്കുന്നത്. അതും ഇതുപോലെ സ്ക്വയർ ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്കിന് ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ആം ഹോൾ കർവ് വെച്ചിട്ടാണ് ഈ ഒരു റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ആ ഒരു പോർഷനിലും താഴത്തെ ഒരു എൻഡിങ് പോർഷനിലും ജോയിൻ ചെയ്തിട്ട് വരുന്ന ആ ഒരു കർവ് അതുപോലെ വരച്ചു കൊടുത്താൽ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആ ഒരു ലൈൻ, അതായത് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ലൈൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് വിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 1/4 ഇഞ്ച് ഈ മേളിൽ നെക്കിൻ്റെ അവിടേക്ക് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്യും. നമ്മുടെ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഷോൾഡർ സ്ലോപ്പിൻ്റെ ആ ലൈൻ മെഷർ ചെയ്ത് അവിടെ നിന്ന് താഴെ വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം. എനിക്കിവിടെ 7 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 3.5 ഇഞ്ച് എടുക്കുക. അത് ആ ലൈനിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിൻറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് എടുത്ത് കൊടുക്കണം. ഇത് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ആം ഹോൾ കർവ് എടുക്കുക. എന്നിട്ട് ഈ ഒരു 3 പോയിൻറ്റ് മേളിലും ആ 1/2 ഇഞ്ച് വരച്ച പോയിൻറ്റും താഴെ എത്തുന്ന പോയിൻറ്റും ഈ 3 പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന രീതിക്ക് നമ്മുടെ കർവ് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. കർവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്ന പോയിൻറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 1 ഇഞ്ച് ഇതുപോലെ വരച്ചെടുക്കുക. ഇത് നമ്മുടെ ബാക്ക് ആം ഹോളിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ആം ഹോളിൽ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതുപോലെ നമുക്ക് വരച്ചു കൊടുത്താലും മതിയാവും. ഇതുപോലെ അത് ജസ്റ്റ് ആ ഒരു പോയിൻറ്റ് ടച്ച് ചെയ്തിട്ട് വേണം ആ ഒരു എൻഡിൽ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ബാക്ക് ആം ഹോളും റെഡിയാവും. ഇനി ഇതിലെല്ലാത്തിലും നമ്മുടെ ഇത്രയും ഉള്ളൂ നമ്മുടെ മെഷർമെൻറ്റ്സ്. ഇനി നമുക്കിതിൽ സീം ഇട്ട് കൊടുക്കാം. ഞാൻ സീം ഇല്ലാതെയാണ് ഇത്ര നേരം ചെയ്തത്. ഇനിയാണ് നമ്മൾ സീം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ അവിടെ 1 ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. പക്ഷേ ഞാനിവിടെ 1 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് ആം ഹോളാണ് സീം ഇട്ട് കൊടുക്കുന്നത്. 1/2 ഇഞ്ചാണ്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റും 1/2 ഇഞ്ച് തന്നെയാണ്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നതും 1/2 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇതിലേക്ക് 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കുക. സൈഡ് സീം അലവൻസ് ഞാൻ 2 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 1 ഇഞ്ചാണ്. ഞാനിവിടെ 2 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കർവ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. താഴെ എത്തുമ്പോഴത്തേക്കും 1 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ നെക്കാണ്. നെക്കിൻ്റെ അവിടെ 1/4 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റും അങ്ങനെയാണ്. നെക്കിന് നമ്മൾ എപ്പോഴും 1/4 ഇഞ്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന മെഷർമെൻറ്റ്സും നമുക്ക് കിട്ടില്ല. സോ അതുകൊണ്ട് നെക്കിൻ്റെ അവിടെ നമ്മൾ എപ്പോഴും 1/4 ഇഞ്ച് ഇട്ട് കൊടുക്കാം. ഏത് നെക്കായാലും നമുക്ക് 1/4 ഇഞ്ച് മെഷർമെൻറ്റ് 1/4 ഇഞ്ച് സീം അലവൻസ് മാത്രമേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ ഇതുപോലെ 1/4 ഇഞ്ച് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിന് അറിയാൻ വേണ്ടി ഞാൻ ആ ഒരു ഡോട്ടഡ് ലൈൻസ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഓർമ്മയില്ലാതെ അങ്ങ് കട്ട് ചെയ്ത് പോവും. അപ്പം ഫ്രണ്ട് ആം ഹോളും അതുപോലെ തന്നെ ആ ഒരു ഡോട്ടഡ് ലൈൻസിനെ സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ ബാക്ക് ആം ഹോൾ വരയ്ക്കണം. അതും ഇതുപോലെ 1/2 ഇഞ്ച് തന്നെ ഇട്ട് കൊടുക്കാം. ബാക്ക് ആം ഹോളാണ് ഞാൻ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരച്ചു കൊടുത്തത്. ഫ്രണ്ട് ആം ഹോള് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരച്ചത് റെഡ് പെൻ യൂസ് ചെയ്ത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സീം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുത്താൽ മതി.
ഓക്കെ, നമ്മളപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ക് പോർഷനാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അതായത് ബാക്ക് ആം ഹോളും ബാക്ക് നെക്കുമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഫ്രണ്ടിന് നമുക്ക് ആം ഹോളിനായാലും കർവ് കൂടുതലാണ്, നമുക്കപ്പോൾ ബാക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ ചെയ്ത് കൊടുക്കുക, അതുപോലെ ബാക്ക് നെക്കും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് രണ്ടും റൗണ്ട് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു ജോയിനിങ് വരുന്നുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും റൗണ്ട് നെക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്ക് വേറെ മോഡൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഫ്രണ്ട് നെക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഈ ക്ലോത്തിൽ നിന്ന് ഞാൻ ട്രേസ് ചെയ്ത് ബാക്കിലത്തെ ക്ലോത്തിൽ ഈ റൗണ്ട് നെക്കിൻ്റെ ഓരോ ഡോട്ട്സും അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ വിരൽ വെച്ചിട്ട് ആ വിരൽ അപ്പുറത്തിരിക്കുന്ന അത് നോക്കി ട്രേസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ രണ്ടും റൗണ്ട് നെക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ആ അടിയിലുള്ള ക്ലോത്ത് നമുക്ക് ബാക്കിലെ നെക്കും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ബാക്ക് പോർഷനായിട്ട് കംപ്ലീറ്റ് ആവും. കാരണം നമ്മൾ ബാക്ക് ആം ഹോൾ മാത്രമല്ലേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ബാക്ക് പോർഷൻ ആയിക്കോളും. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ വരച്ച ക്ലോത്തിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പോർഷനും റെഡിയായി. അപ്പോൾ നമ്മൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ നെക്ക്. അതുപോലെ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനും ഇത് നമ്മുടെ ബാക്ക് പോർഷനുമാണ്. ഇത് നമ്മുടെ ലൈനിങ് ക്ലോത്താണ്. ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ, അതായത് നമ്മുടെ നല്ല ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടത് അതേ സെയിം പോലെ തന്നെയാണ് ഇതിലും നമ്മൾ ഫോൾഡ് ചെയ്തിടേണ്ടത്. 4ആയിട്ട് ഫോൾഡ് ചെയ്തിടാം. ഞാനിതിൽ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ലൈനിങ് ക്ലോത്ത് എങ്ങനെയാണോ ഫോൾഡ് ചെയ്തിട്ട് അതേ സെയിം ഇതായിട്ട് തന്നെ ഇതിലും നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാനിതും അതുപോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കണ്ടോ, ഇതിൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ 2 ഫോൾഡും അപ്പുറത്തേക്ക് 4 ഓപ്പണിങ്ങും ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ലൈനിങ് ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ ഈ ക്ലോത്തും നല്ലോണം നീറ്റാക്കി കുടഞ്ഞിട്ടൊക്കെ ഇടുക. ഉള്ളിൽ ക്ലോത്ത് ഒന്നും മടങ്ങിയിരിപ്പില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കട്ടിംഗ് ഒക്കെ തുടങ്ങാം. ഇനി നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ ആക്ച്വൽ മെഷർമെൻറ്റ് എടുത്ത ആ ഒരു ക്ലോത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിടാം. നമുക്ക് ഫ്രണ്ട് പോർഷൻ ആവശ്യമില്ല, നമുക്ക് ബാക്ക് പോർഷൻ മതിയാവും. ഈ ബാക്ക് പോർഷൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ്, അതായത് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിലേ കട്ട് ചെയ്ത് പോകരുത്, ട്രേസ് ചെയ്ത് കട്ട് ചെയ്യരുത്, കുറച്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി. നമുക്ക് എല്ലായിടവും അവിടെയും ഇവിടെയും പിടിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ച് എക്സ്ട്രാസ് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ഷേപ്പിൽ എടുത്താൽ മതി, ആക്ച്വലായിട്ട് എടുക്കണം എന്നില്ല. കാരണം നമ്മൾ ലൈനിങ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ബാലൻസ് വന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ അത് നമ്മുടെ നോർമൽ ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള മെഷർമെൻറ്റിലേക്ക് ആയിക്കോളും. അപ്പോൾ നമ്മളിതാണ്ട് ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കർവ് മാത്രം ഷേപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനൊരു കാര്യം പറയാം, നെക്ക് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്തെടുക്കരുത്. നമ്മുടെ ക്ലോത്തിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക്, നമ്മൾ ലൈനിങ് ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നല്ല ക്ലോത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യരുത്, ലൈനിങ് ക്ലോത്തിൽ മാത്രം നമ്മൾ നെക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിനും ബാക്കിനും വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു താഴോട്ട് വന്നിരിക്കുന്ന ഈ ക്ലോത്ത് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട, കാരണം നമ്മുടെ സീമിനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയതിന് വേണ്ടി നമുക്ക് ആവശ്യം വരും. ഇനി ഞാൻ ഇതിൽ സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ടും ഞാൻ അതേ സെയിം ക്ലോത്ത് തന്നെയാണ് എടുക്കുന്നത്. സ്ലീവും നമ്മൾ സെയിം അതുപോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. നമുക്ക് 2 സ്ലീവ് വേണമല്ലോ, അപ്പോൾ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. 2 പീസ് ആവശ്യമുള്ള എല്ലാത്തിനും നമ്മൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെയിം അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞാനിവിടെ പഫ് സ്ലീവാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സ്ലീവിന് ഇത്രയും വീതി കൊടുത്തിരിക്കുന്നത്. പഫ് സ്ലീവിന് നമുക്ക് പഫ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഫുൾ ലെങ്ത് എടുത്ത് കൊടുക്കാം. എനിക്കിവിടെ ഫുൾ ലെങ്ത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലും ഞാൻ ഒരു 1 ഇഞ്ച് മേളിൽ വിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിലും ഞാൻ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്, നമ്മൾ ബോഡി പാർട്ടിൽ ചെയ്ത പോലെ. സോ ഇവിടെ ഫുൾ ലെങ്ത് 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കും.
മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പഫ് അങ്ങോട്ട് ഇടാൻ, അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഡെപ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 5 ഇഞ്ച് നമ്മൾ പഫ് ഇടാൻ വേണ്ടിയിട്ടും കൂടിയുള്ളതാണ്. അപ്പോൾ അതുപോലെ ആ ഒരു 5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് നമ്മുടെ ക്ലോത്തിൻ്റെ, അതായത് ഞാൻ ഈ കാണിക്കുന്ന പോലെ ആ ഒരു വീതിക്ക് നമ്മൾ എടുത്തു കൊടുക്കുക. അതേപോലെ സെയിം ആയിട്ട് തന്നെ നമ്മുടെ ഫുൾ ലെങ്ത് എടുത്തതിൻ്റെ അതേപോലെ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ അത്രയും കൂടി എടുത്ത് അതിനൊരു സ്ക്വയർ ആക്കുക, റെക്റ്റാങ്കിൾ ആക്കുക. ഇപ്പോൾ ഞാനിതിൽ കാണിച്ചേക്കുന്ന പോലെ ഇതുപോലെ 4 സൈഡ്സും ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ആക്കി എടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന്, അതായത് നമുക്കുള്ള ഒരു ചെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അതിന് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്, 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കുക. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, അതിനെ നമ്മൾ 1/2 ഇഞ്ച് പ്ലസ് ചെയ്യുക. അപ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു ആൻസറാണ്. 1/2 ഇഞ്ചല്ല, 1.25 ഇഞ്ചാണ്. അത് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ ഇതോ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നതോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ എടുത്തിട്ട് അത് നമ്മുടെ ഈ ഒരു ഞാൻ കാണിക്കുന്ന പോലെ ആ ഒരു പോർഷൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പോയിൻറ്റും നമ്മുടെ സ്ലീവ് തുടങ്ങിയ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു എൻഡിൽ, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ, അവിടെയും ഇതുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതിൽ കാണിക്കുന്ന പോലെ. ഇനി നമ്മൾ വരച്ച ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് നോക്കണം. എനിക്കിവിടെ 13.5 ആണ് നമ്മൾ സ്ലാൻഡ് ചെയ്ത് വരച്ച ആ ഒരു സ്ട്രെയിറ്റ് ലൈന്. എന്നിട്ട് ആ 13.5ൻ്റെ എനിക്കിവിടെ 13.5 ആണ്, അതിൻ്റെ ഹാഫ് എത്രയാണെന്നുള്ളത് നോക്കുക. അതിൻ്റെ ഹാഫ് നമ്മൾ ഈ ലൈനിൻ്റെ തന്നെ സെൻറ്റർ പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ആ ലൈനിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ആ കിട്ടിയതിനെ തന്നെ വീണ്ടും ഒന്നും കൂടി ഹാഫ് എടുക്കുക. എനിക്കിവിടെ 3.25 കിട്ടിയത്. അത് നമ്മൾ ഇതുപോലെ ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് എടുത്ത ആ ഒരു പോയിന്റിൻ്റെ മേളിൽ 1/4 ഇഞ്ച്, സെക്കൻഡ് എടുത്തതിന് 1/2 ഇഞ്ച്, അടുത്തതിൻ്റെ താഴോട്ട് 1/4 ഇഞ്ച് വേണം കൊടുക്കാൻ. ആദ്യം എടുത്ത മേളിൽ എല്ലാം 2 മേളിലോട്ട് ആണ് 1/4 ഇഞ്ചും 1/2 ഇഞ്ചും, ലാസ്റ്റ് എത്തത് താഴോട്ട് 1/4 ഇഞ്ചാണ്. എന്നിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ നമ്മൾ ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു കർവിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴോട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. ചെറിയൊരു സ്ലാൻഡിങ്ങിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് താഴെയും മേളിലും പ്ലീറ്റ് ഇട്ട് കൊടുക്കണമല്ലോ, അപ്പം ഇത്രയും വീതി നമുക്ക് വേണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സീംസ് ഇട്ട് കൊടുക്കാം. താഴെ 1/2 ഇഞ്ച് സീമാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്, കാരണം നമുക്ക് അവിടെ ഒരു പട്ട വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് താഴെ ഞാൻ 1/2 ഇഞ്ച് സീമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സൈഡിൽ ഞാൻ സീം ഇടുന്നില്ല, കാരണം നമ്മൾ പഫിട്ട് നമ്മൾ ഡ്രസ്സിന് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി ഇടുന്നത്. അപ്പോൾ സൈഡിൽ സീം ഇടുന്നില്ല. ഇനി നമ്മുടെ ആ ഒരു കർവിൻ്റെ അവിടെ 1/2 ഇഞ്ചാണ് നമ്മൾ ഇടുന്നത്, കാരണം നമ്മൾ ബോഡി പോർഷൻ കട്ട് ചെയ്തപ്പോൾ ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ചാണ് ഇട്ടത്. അപ്പോൾ ഇതിലും നമ്മൾ 1/2 ഇഞ്ച് തന്നെ ഇടണം. അപ്പോൾ ഞാനിവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ, അതായത് നമ്മൾ പഫ് സ്ലീവിൻ്റെ താഴെ നമുക്ക് ഒരു പട്ട വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 ഇഞ്ചൊക്കെ വേണമെങ്കിൽ കൂട്ടിയിടാം, ഇല്ലെങ്കിൽ ഒരു 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടിയിട്ടാലും മതിയാവും. ഞാനിപ്പോൾ ഒരു 2-3 ഇഞ്ച് കൂട്ടിയിടുന്നുണ്ട്. എന്നിട്ട് 2 ഇഞ്ച് വീതിക്ക് എടുക്കാം. നമുക്ക് എത്ര വീതിക്കാണോ നമ്മുടെ പട്ട ആവശ്യമുള്ളത് ആ ഒരു വീതിക്ക് നമുക്ക് എടുത്തെടുക്കാം. അതിൽ നിന്ന് ഒരു 1 ഇഞ്ചോ ഒക്കെ കൂട്ടിയിട്ടിട്ട് നമുക്ക് എടുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഞാൻ ചെറിയ പട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഇഞ്ചാണ് എടുത്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അടിയിലത്തെ, അതായത് നമ്മൾ 4ആയിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ 4 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. മേളിൽ കിടക്കുന്ന 2 പോർഷൻ മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അത്രയും നമുക്ക് മതിയാവും. എന്നിട്ട് അതിനെ ഹാഫ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2 സ്ലീവിന് വെക്കാനുള്ളതാണ്. അപ്പോൾ ഒറ്റ പീസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ സെൻറ്റർ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി കട്ടിങ്ങും സ്ലീവ് കട്ടിങ്ങും ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പം നമ്മൾ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതും ലൈനിങ്ങിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരിതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എടുക്കുക. അതായത് നമ്മുടെ സ്കേർട്ട് നമ്മൾ എവിടെ വെച്ചാണ് ഇടുന്നത് അതിൻ്റെ ആ ഒരു റൗണ്ട് എടുക്കുക. ദെൻ അതിന് ശേഷം ആ ഒരു റൗണ്ടിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 29 ആകുമ്പം അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ എനിക്കിത് 15 സംതിങ് എന്തോ ആണ്. അപ്പോൾ ഞാൻ ഈ ടേപ്പ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി പ്ലീറ്റ്സ് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടേപ്പ് ഫുള്ളായിട്ടും ഈ ക്ലോത്തിൽ എടുത്ത് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ടേപ്പ് ഫുള്ളായിട്ട് ഈ ക്ലോത്തിൽ ഇതുപോലെ വെച്ച് മെഷർ ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഞാൻ ഇതുപോലെ അതിൽ നിന്ന് കട്ട് ചെയ്താണ് എടുത്തത്. ഇനി ആ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. 4ആയിട്ടോ 2ആയിട്ടോ ഫോൾഡ് ചെയ്തെടുക്കാം. എത്രയായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് ഫോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 4ആയിട്ടാണ് ഫോൾഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്യേണ്ടത് വീതിക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്, നീളത്തിനല്ല. നീളം എന്താ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ വീതിക്ക് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫുൾ ലെങ്ത്, അതായത് സ്കേർട്ടിന് എത്രയാണോ ഫുൾ ലെങ്ത് ആവശ്യമുള്ളത് ആ ലെങ്ത് നമുക്ക് താഴോട്ടേക്ക് ഇതുപോലെ മെഷർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഒക്കെ നമുക്ക് കൂട്ടിയിട്ടെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മാക്സിമം ഒരു 2 ഇഞ്ച് വരെയൊക്കെ കൂട്ടിയിട്ടെടുക്കാം. താഴെ നല്ല വീതിക്ക് മടക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 1 ഇഞ്ചിനെ മടക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു കുറച്ച് ഫോൾഡ്, അതായത് നമ്മൾ 4ആയിട്ടെന്നുള്ളത് നമ്മൾ ഒന്നും കൂടിയൊക്കെ ഫോൾഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നീളത്തിന് കട്ട് ചെയ്യേണ്ടി വരില്ല, കുറച്ച് നീളത്തിന് നമുക്ക് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫോൾഡ് ചെയ്തിടാന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല ക്ലോത്ത് എടുക്കുക, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഒറിജിനൽ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ഇതും സെയിം അതുപോലെ തന്നെയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഫോൾഡ് ചെയ്യാം. ഇതുപോലെ നീളത്തിന് ആദ്യം നമ്മൾ മെഷർ ചെയ്തെടുക്കുക, നമുക്ക് എത്രയാണ് വീതി എത്രയാണ് ആവശ്യമുള്ളതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ടേപ്പ് ഫുള്ളാണ് എടുക്കുന്നത്. അത് ഇതുപോലെ മെഷർ ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ടോ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതുപോലെ എടുത്ത് അതും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വേസ്റ്റ് ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലോത്ത് എടുക്കുക. അതായത് നമ്മുടെ ആ ഒരു സ്കേർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഒരു 5 ഇഞ്ച് വീതിക്ക് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത്രയും ഇതിലെടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 29 ആണ് വേസ്റ്റ് റൗണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു 29 ലെങ്തിലും വീതി വന്നിട്ട് 5 ഇഞ്ച് ഇതിലും വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മുടെ എല്ലാ കട്ടിങ്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം. ഇതിലിടുമ്പോൾ ഒരുപാട് ലാഗായി പോവും. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പോർഷൻ, സ്കേർട്ട് പോർഷൻ, സ്ലീവ് പോർഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ ഇതിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.